എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. യസ്യാവയവ സംസ്ഥാനൈഃ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഒന്നുകൂടി ശ്ലോകം നോക്കാം. യസ്യാവയവ സംസ്ഥാനൈഃ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. യസ്യ അവയവ സംസ്ഥാനൈഃ ലോകവിസ്തര കൽപ്പിതഃ തദ്വൈ ഭഗവതഃ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഒന്നുകൂടിയും അന്വയം നോക്കാം. യസ്യ അവയവ സംസ്ഥാനൈഃ ലോകവിസ്തര കൽപ്പിതഃ തദ്വൈ ഭഗവതഃ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. യസ്യ അവയവ സംസ്ഥാനൈഃ കൽപ്പിതഃ ലോകവിസ്തരഃ തദ്വൈ ഭഗവതഃ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഒന്നുകൂടി പദങ്ങളായിട്ട് നോക്കാം. യസ്യ അവയവ സംസ്ഥാനൈഃ കൽപ്പിതഃ ലോകവിസ്തരഃ തദ് വൈ ഭഗവതഃ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. യസ്യ ആരുടെ, അവയവ സംസ്ഥാനൈഃ അവയവങ്ങളുടെ ക്രമീകരണത്തിലൂടെ, ലോകവിസ്തരഃ ലോകങ്ങളുടെ വ്യാപ്തി, കൽപ്പിതഃ രൂപപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത്, തത് അത്, വൈ തീർച്ചയായും, ഭഗവതഃ രൂപം ഭഗവാന്റെ രൂപം, വിശുദ്ധം നിർമ്മലമായ, സത്വമൂർജിതം ശക്തമായ സത്വഗുണത്താൽ സമ്പന്നമായ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം വിശ്വപുരുഷ സ്വരൂപത്തെ വിവരിക്കുന്നു. ലോകങ്ങളുടെ വ്യാപ്തി ഭഗവാന്റെ അവയവങ്ങളിലൂടെ സംഘടിതമായി. ലോകം ഭഗവാന്റെ ശരീരത്തിൻ്റെ വിപുലീകരണമാണ്. ഇവിടെ ഭാഗവതം വിശ്വരൂപ തത്വം അവതരിപ്പിക്കുന്നു. ഭഗവാന്റെ രൂപം വിശുദ്ധ സത്വമൂർത്തി ആയി കൽപ്പിക്കപ്പെടുന്നു. അത് മലിനതയില്ലാത്ത ദൈവീക സത്വസ്വരൂപമാണ്. സൃഷ്ടി ഭഗവാന്റെ അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ലോകം ഭഗവാന്റെ ദൈവരൂപത്തിൻ്റെ പ്രകടനമാണ് എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ശ്ലോകങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.